പലപ്പോഴും നമ്മൾ ഒരാളെ സഹായിക്കാൻ പോയിട്ട് നമുക്കെന്നെ ഭാരമായിട്ടില്ലേ? ഒരു കുതിരേനെ സഹായിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരാൾ വലിയ കാര്യത്തിൽ കുതിരേനെ സഹായിക്കാൻ പോകണം. കുതിരയ്ക്ക് ചെറിയ പരിക്ക് പറ്റുന്നതോടെ കുതിരയുടെ മുതലാളിയായിട്ടുള്ള ആൾ പറയുന്നു, ഈ കുതിര എനിക്ക് എവിടെയും കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇയാൾ എന്നെ റേസിങ്ങിലൊന്നും ജയിപ്പിക്കാൻ പോകുന്നില്ല, ഈ കുതിരനെ കൊന്നു കളഞ്ഞേക്കാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പം അയാളുടെ ഭാര്യ പറയുന്നത്, വേണ്ട, നമുക്കൊരു ചാൻസ് കൂടി കൊടുക്കാം, നമുക്കൊരു ഡോക്ടറെ വിളിച്ചു വരുത്താം, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ പോരെ എന്ന് പറയുന്നു. അപ്പം ഈ ആട് കേൾക്കുന്നു. ഈ ആട് പറയാണ്, എടാ കുതിരയെ നിന്നെ കൊല്ലാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ, നീ ഒന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെയാണ് മരുന്ന് വെക്കാനൊക്കെ ചാൻസ്, നീ നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തണം. ഭയങ്കര മോട്ടിവേഷൻ. ഡോക്ടർ വരുന്നു, പരിശോധിക്കുന്നു, എന്നിട്ട് പറയുന്നു, ഒരാഴ്ച സമയം തരാം, അതുവരെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുതിര ഓക്കെയാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യും. ഭയങ്കര ഫോളോ അപ്പും ഭയങ്കര മോട്ടിവേഷൻ. എനീക്കടാ, നിനക്ക് കൊന്നു കളയാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നീ മരുന്ന് കഴിക്കി, കുതിര വേണ്ടാന്നൊക്കെ പറയുന്നു. ഒരു രക്ഷയില്ല, കുതിരനെ മരുന്ന് കഴിപ്പിക്കുന്നു, അങ്ങനെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും കുതിര ഉഷാർ. ആട് ഭയങ്കര സന്തോഷം. കുതിരനെ ഉപദേശിച്ചു, താൻ പറഞ്ഞ കാരണം കുതിര മരുന്ന് കഴിച്ചു രക്ഷപ്പെട്ട ഉഷാറായി. അപ്പം കുതിരൻ്റെ അടുത്ത് ഈ പറഞ്ഞ ഡോക്ടർ വന്ന് നോക്കുമ്പോൾ കുതിര ഓക്കെയാണ്, ഫിറ്റ് ആൻഡ് ഫൈൻ, ഒരു കുഴപ്പമില്ല, ഇനി നമുക്ക് കൊല്ലണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുതിരയുടെ മുതലാളിക്ക് ഭയങ്കര സന്തോഷമായി. കുതിര രക്ഷപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ ഈ സന്തോഷം എന്തായാലും നമുക്കൊരു എല്ലാവർക്കും നല്ല ചിലവ് കൊടുക്കണം, അടിപൊളി ട്രീറ്റ് കൊടുക്കണം. ട്രീറ്റിന് എന്താ ചെയ്യുക, ഇരിക്കട്ടെ, നമ്മുടെ ആടിനെ തന്നെ നമുക്ക് എന്താക്കാം, വല്ല കട്ട് ചെയ്യാം, പീസാക്കാം, സൈസാക്കാം, നല്ലൊരു അടിപൊളി മട്ടൻ ബിരിയാണി പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആടിനെ തട്ടിക്കളയുന്നു, മട്ടൻ ബിരിയാണി വെക്കുന്നു, എല്ലാവരും ഫെസ്റ്റ് വെക്കുന്നു, ഹാപ്പി ആകുന്നു. അപ്പോൾ ഒരാളെ സഹായിക്കാൻ പോയതാണ്, അതിബുദ്ധി കാണിച്ചതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, തൻ്റെ ജീവിതം തന്നെ ബലിയാടാക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ നമ്മൾ സഹായിക്കേണ്ടതല്ല, പക്ഷേ ചില സഹായങ്ങൾ നമുക്കെന്നെ പാരയാവാൻ തോന്നുകയാണെങ്കിൽ അതിന് മെനക്കെടേണ്ട ആവശ്യമുണ്ടോ? ചിന്തിക്കൂ.